രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസ് MLA-യുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേരളത്തിലെ പൊളിറ്റിക്സ് മുന്നോട്ട് നീങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എന്താ, അതിൻ്റെ നിയമവശങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ചർച്ച ചെയ്താണ്. പക്ഷേ ഇപ്പോൾ ഇതിന് പിന്നിലുള്ള പൊളിറ്റിക്സ് കൂടെ നോക്കണം. ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇത്രയും കാലം സംരക്ഷിച്ചു വന്നിരുന്നത് VD സതീശനാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ബാക്കിയുള്ള നേതാക്കളോട് കൈവിടുന്നു. ഇത് ആരുടെ തന്ത്രമാണ്? ഇത് ഞാൻ ആദ്യഘട്ടം മുതലേ പറയുന്നുണ്ട്. കോൺഗ്രസ് ഇയാളെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധാർമ്മികത എന്ന് പറയുന്നത് വേറൊരു തരം ധാർമ്മികതയാണ്. പക്ഷെ കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലുടനീളം ഇങ്ങനത്തെ ഘട്ടം വരുമ്പോൾ ഇത്തരം ആളുകളെയൊക്കെ മാറ്റി നിർത്താനും, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലൊക്കെ ആരോപണം വന്നാലൊക്കെ മാറ്റി നിർത്താനും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇതിപ്പോൾ കോൺഗ്രസ് മൊത്തത്തിലൊരു മുളങ്കൂട്ടത്തിൻ്റെ അകത്ത് വന്ന് പെട്ട പോലെയാണ് നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സംഭവം കോൺഗ്രസിൻ്റെ അകത്തും കോൺഗ്രസിൻ്റെ പുറത്തും VD സതീശനെ തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രണ്ട് ചേരികൾ, ഒരു വശത്ത് നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും മറുവശത്ത് നിന്ന് കോൺഗ്രസിലെ ഒരു ചേരിയും, പ്രത്യേകിച്ച് K. സുധാകരൻ, സണ്ണി ജോസഫ്, ഇവർക്കൊക്കെ സതീശനെ വെട്ടാൻ ഒരാൾ വേണം. ഷാഫി പറമ്പിലിനെയും മാങ്കൂട്ടത്തിലിനെയും ഉപയോഗിക്കുക. അപ്പോൾ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച് ഇപ്പോഴും ആ ചേരി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് VD സതീശൻ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. അദ്ദേഹത്തിനോട് പ്രതികരണം ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും പറയുന്നില്ല. മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചാണ് ഇന്ന് അടൂർ പ്രകാശ് കൺവീനർ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് നെടുകെ പിളർന്ന ഒരവസ്ഥയിലാണ് കോൺഗ്രസ് ഈ മാങ്കൂട്ടം വിഷയത്തിൽ. BJPയെ സംബന്ധിച്ച് സന്തോഷിക്കാവുന്ന അവസ്ഥയാണ്. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതിൽ നിന്ന് കോൺഗ്രസ് മുക്ത കേരളം എന്ന നിലയിലേക്ക് കോൺഗ്രസ് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ വലിയ പ്രതിസന്ധിയാണ് ഇത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്ന് തന്നെ പുറത്താക്കണമായിരുന്നു. ഇതൊരു അതിഭീകരമായ ക്രിമിനലിൻ്റെ കഥയാണിപ്പോൾ ചുരുളഴിഞ്ഞു വരുന്നത്. കോൺഗ്രസ്സിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂവിൽ വല്ല പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. കോൺഗ്രസിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനും കോൺഗ്രസ് ഇടക്കാലത്ത് കഴിഞ്ഞ 1-2 കൊല്ലമായി നേരിട്ട ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായുള്ള പരാതി വാർത്തകളിൽ വന്നപ്പോൾ ഉയർന്നു വന്ന ഒരു പ്രശ്നം എന്തായിരുന്നു? പരാതിയില്ലാത്ത ഒരു കേസിൽ നടപടിയെടുക്കാൻ ആർക്കെങ്കിലും നിർബന്ധിക്കാനാവുമോ? കോൺഗ്രസിനകത്ത് തന്നെ ഈ യുവതുർക്കികൾ ഉന്നയിച്ചൊരു ചോദ്യം, ഞങ്ങളെന്താ കമ്മ്യൂണിസ്റ്റ് ആവാത്തതാണോ ഞങ്ങളുടെ കുഴപ്പം? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത്തരം ധാരാളം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെറ്റപ്പ്, CPM സെറ്റപ്പ് വേറെ ഒന്നാണല്ലോ. അവർക്ക് അവരുടെ അന്വേഷണ കമ്മീഷനുണ്ട്, അവരുടെ കോടതിയുണ്ട്, അവരുടെ അന്വേഷണ മെഷീനറിയുണ്ട്. അങ്ങനെ പോരെ, ഞങ്ങൾക്ക് എന്തിനാണ്, ഞങ്ങളുടെ പേരിൽ എങ്ങനെയാണ് നടപടിയെടുക്കുക എന്ന് ഈ യുവതുർക്കികളൊക്കെ ചോദിച്ചിരുന്നു അത്രേ കോൺഗ്രസിനകത്ത്. പക്ഷേ കോൺഗ്രസ് ഈ ഇഷ്യൂവിലെടുത്ത നിലപാടെന്ന് വെച്ചാൽ കീഴ്വഴക്കം ഇല്ലാത്തൊരു കീഴ്വഴക്കം ഇതാ കോൺഗ്രസ് സൃഷ്ടിക്കുന്നു. പാർട്ടിക്കകത്ത് പരാതി വന്നു, 1-2 ആവില്ലല്ലോ സാറേ, എത്ര എണ്ണം വന്നിട്ടുണ്ടാവും. പൊറുതി മുട്ടിയിട്ടായിരിക്കുമല്ലോ നടപടി എടുത്തത്. പക്ഷെ നടപടി എടുത്തപ്പോൾ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, VD സതീശൻ്റെ കടുത്ത തീരുമാനത്തിനുള്ളിൽ ഒപ്പം പാർട്ടി മുഴുവനും നിന്നു. AICC തൊട്ട് കേരളത്തിലെ മുഴുവൻ ഗ്രൂപ്പുകളും മറന്നില്ല, അവർ ഒരുമിച്ച് നിന്നു. അതോടുകൂടി 2 കാര്യങ്ങൾ, മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മുതൽ ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടം വരെയുള്ള ഇഷ്യൂസിൽ ഒരു വലിയ പ്രതിസന്ധിയെ കോൺഗ്രസ് മറികടന്നു. അതെന്താണ്? കോൺഗ്രസ്സിൽ ചോദ്യം ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ എല്ലാവർക്കും മീതെ ഔട്ട്ഷൈനിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലീഡർ വേണമായിരുന്നു. അതുണ്ടായിരുന്നില്ല പണ്ട്. കഴിഞ്ഞ കൊല്ലം സാറിന് ഓർമ്മയുണ്ടല്ലോ, ആരാണ് കോൺഗ്രസിന്റെ ഭാവി മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ നമ്മൾ 6-7 പേര് വന്നിരുന്നു ഒരേ സമയത്ത്. ഈ ഇഷ്യൂസ് വന്നപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ PV അൻവറിനെ ഫിനിഷ് ചെയ്തത് തൊട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ധീരമായ നടപടിയെടുത്ത് മാറ്റി നിർത്തിയത് വരെയുള്ള അവസ്ഥയിലൂടെ VD സതീശൻ മേൽക്കൈ നേടി. അപ്പോൾ അവിടെ അവസാനിപ്പിക്കണമായിരുന്നു. അല്ലെങ്കിൽ VD സതീശനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയ സ്ഥിതിക്ക് ഒരു പടി കൂടി കടന്നിട്ട് സാറ് പറഞ്ഞ പോലെ MLA-ഷിപ്പ് കൂടി രാജിവെപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു പുരോഗമിക്കേണ്ടിയിരുന്നത്. അതിന് പകരം രാഹുൽ അതിന് പകരം അവരെന്താ ചെയ്തത്? രാഹുലിനെതിരെ നടപടിയെടുത്തതോടുകൂടി VD സതീശനെ ഇനി ഇങ്ങനെ വിട്ടുകൂടാ,
വി.ഡി. സതീശനെ അങ്ങനെ വളരാൻ വിട്ടുകൂടാ എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ വീണ്ടും തലപൊക്കി. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ ഷാഫി പറമ്പിലിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഈ യുവ ഗ്രൂപ്പിൻ്റെ പിന്നാലെ ഇവരും കൂടിക്കൊടുത്തു. രാഹുലിനോട് എന്തോ വലിയ അതിക്രമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇപ്പോൾ എന്താ ഫലം, ഇപ്പോൾ എന്താ സംഭവിച്ചത്? ആ സമയത്ത് കോൺഗ്രസിനെ വീണ്ടും ഭിന്നിപ്പിക്കുന്നതിൽ രാഹുൽ വിജയിച്ചു. ഇപ്പോഴോ, പരാതി വന്നപ്പോഴോ, ഇപ്പം എന്താ ഇത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പിന്നിലൊക്കെ പിണറായി വിജയൻ്റെ കൂർമ്മ ബുദ്ധി എടുത്തൊരു സാവകാശമുണ്ട്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശബരിമലയിലെ ഈ കേസ് ഇങ്ങനെ കത്തി നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതിൽ വരുന്ന സമയത്ത് ഇലക്ഷൻ സമയത്ത് എന്ത് തന്ത്രം ഉപയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി CPM ആണ്. ആ തന്ത്രം കൃത്യമായിട്ട് ഇവിടെ ഉപയോഗിച്ചു എന്നല്ലേ മനസ്സിലാക്കണ്ടേ? ആ തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആ തന്ത്രം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഈ പരാതി വന്നിട്ടുണ്ടോ? ഈ ഷാഫി പറമ്പിലും ചോദിച്ചിരുന്നത് എവിടെയെങ്കിലും ഒരു പരാതി രാഹുലിനെതിരെ ഉണ്ടോ എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇത്രയും കൊല്ലം രാഷ്ട്രീയമൊക്കെ കൈകാര്യം ചെയ്തതാണല്ലോ. ഇപ്പൊ PG സംഭവം കോൺഗ്രസിലെ ആദ്യകാലത്ത് PT ചാക്കോയൊക്കെ കത്തി നിൽക്കുമ്പോൾ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാക്കി ഇരിക്കുമ്പോൾ ചേരിതിരിവ് എന്നും കോൺഗ്രസിലുണ്ട്, അന്നും ഉണ്ടല്ലോ. അപ്പോൾ എറണാകുളത്ത് നിന്നുള്ള ഒരു വനിതാ നേതാവ് പീച്ചിയിൽ വെച്ച് അപകടം ഉണ്ടാകുമ്പോൾ PT ചാക്കോയുടെ കാറിലുണ്ട് എന്നുള്ളതാണ്. വേറെ ഇതുപോലത്തെ ആരോപണമോ ഭീകരാരോപണമോ ഒന്നുമില്ല. പക്ഷെ അത് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ ഉപയോഗിക്കുകയും PT ചാക്കോയ്ക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വരികയും പിന്നെ കേരള കോൺഗ്രസിൻ്റെ ഉത്ഭാവത്തിലേക്കൊക്കെ അത് പോയ ഈ ചരിത്രമൊക്കെ ഓർത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ആ സെക്കൻഡിൽ രാജിവെക്കണം എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. കാരണം ഇത് എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് പോലെയല്ല, ഇത് വിൻസെന്റിന്റെ കേസ് പോലെയല്ല. കാരണം ഇത് ഇങ്ങനത്തെ ഒരു കേസാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ട് ഇത് ഉപയോഗിക്കുമല്ലോ, അതിലെന്താ സംശയം? CPM ഇത് ചുരണ്ടിയെടുത്ത് ഈ കുട്ടിക്ക് ആ മാനസിക പ്രയാസത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാവുന്ന ഒരു സാവകാശം, അതാണല്ലോ വേണ്ടത്. അത് കഴിഞ്ഞപ്പോൾ കുട്ടി, ഇത് മുഖ്യമന്ത്രിക്കാണല്ലോ ഈ കുട്ടിയെന്ന് പരാതി കൊടുക്കുന്നത്, ക്ലിഫ് ഹൗസിൽ വരണ്ടെന്ന് പറഞ്ഞു. ഇത് പാർട്ടി ഞാൻ അറിഞ്ഞിടത്തോളം DGPയുടെ അടുത്ത് ഈ കുട്ടിയുടെ പരാതി തന്നെ ഇല്ലാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. CPM പക്ഷെ DGP സമ്മതിച്ചില്ല. കാരണം ഇത് ഒരു പരാതിയില്ലാതെ കേസെടുത്തു കഴിഞ്ഞാൽ ഇത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ തന്നെ തട്ടിപ്പോവും, തിരിച്ചടിയും കിട്ടും, പോലീസിന് നാണക്കേടാണ്. ഇതിൽ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലാതെ പോയത് ഇത്തിരി പ്രായോഗിക ബുദ്ധിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ കാണിച്ച അത്യാവേശം ഉണ്ടല്ലോ. ഒരുപക്ഷെ ഈ നടപടി അത്ര കടുത്ത നടപടി ആയിപ്പോയി, വളർന്നു വരുന്നൊരു ചെറുപ്പക്കാരനെ ഇത്ര വേഗത്തിൽ ചവിട്ടി അരക്കേണ്ടതില്ല എന്നൊക്കെ ഒരു തോന്നൽ കോൺഗ്രസിനകത്ത് ഉണ്ടായാൽ അത് സ്വാഭാവികമാണ്. അതിന് ചെയ്യേണ്ടിയിരുന്നത് ഇവൻ കുറച്ച് ക്ഷമ കാണിക്കുകയും മര്യാദ കാണിക്കുകയാണ്. അതിന് പകരം ഇവന് രംഗത്ത് വരാനുള്ള ആവേശം, പാതിരാത്രിയിൽ ഇപ്പൊ നിയമസഭയിൽ വന്ന് ഒളിച്ചു കിടക്കാൻ. പക്ഷേ ഇയാൾ ഒരുപാട് ധിക്കരിക്കുന്നുണ്ടായിരുന്നു ആ കോൺഗ്രസ് നേതൃത്വത്തിലെ പലരെയും. എനിക്ക് VD സതീശനും ചെന്നിത്തലയും ഒന്നും മുരളീധരനും ഒന്നും ഒരു വിഷയമല്ല. ഞാൻ ഇങ്ങനെ നടക്കുന്നു പറഞ്ഞാൽ അത് മറ്റേ പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ ഒക്കെ രീതിയാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നു, ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് വോട്ട് പിടിക്കാനായിട്ട് ഇറങ്ങും. അവിടെ പോയി എന്താണ് എന്റെ കാൽമുട്ടിന് ജീവനുള്ള കാലത്തോളം പോകുന്നത് മാത്രമല്ല, നിയമസഭയില് പോയില്ലേ അയാളെ മറ്റേ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുമ്പോഴാണ് അയാൾ നിയമസഭയിലേക്ക് കയറി ചെല്ലുന്നത്. അതാണ് സാർ, അതാണ് ഞാൻ പറയുന്നത്. അത് രാഹുൽ ഒറ്റക്കായിരുന്നില്ല. അപ്പറഞ്ഞയച്ചതിന്റെ പിന്നിൽ ഈ തമ്പുരാക്കന്മാരൊക്കെ ഉണ്ട്. VD സതീശൻ ഒഴികെ കോൺഗ്രസിനകത്തെ എല്ലാ ഗ്രൂപ്പുകളും. സണ്ണി ജോസഫ് അനുകൂലിച്ചു. സണ്ണി ജോസഫ് അനുകൂലിച്ചു എന്ന് പറഞ്ഞാൽ കെ സുധാകരന്റെ ബുദ്ധി ഉണ്ട് അതിനകത്ത്. ഇപ്പുറത്ത് K മുരളീധരനുണ്ട്, KC വേണുഗോപാലുണ്ട്, ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയിക്കാവുന്ന എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടി അന്ന് ഉദ്ദേശിച്ചത് ഈ വൃത്തികെട്ട വടി കൊണ്ട് VD സതീശനെ അടിച്ച് അവസാനിപ്പിക്കാം. പ്രായോഗിക ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാരാണെങ്കിൽ ചെയ്യേണ്ട എന്താ, ഈ ഒരു ടേമിൽ VD സതീശന്റെ ഒരു ലീഡർഷിപ്പ് ഒന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വന്നെങ്കിൽ അത് കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കല്ലേ വേണ്ടത് ഈ സമയത്ത്. അത് ചെയ്യുന്നതിന് പകരം ഇപ്പൊ അവർ ചെയ്തത് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ അതിക്രമമാണ്. ഇപ്പൊ എന്തായി, ആദ്യം VD സതീശനെ അടിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും കൂട്ടരെ ഉപയോഗിച്ചു. ഇപ്പോഴോ അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലെ ഡിസിപ്ലിൻ പോയി, ഗ്രൂപ്പ് വഴക്ക് തിരിച്ചു വന്നു, കോൺഗ്രസ് ശിഥിലമായി. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിണറായി വിജയന്റെ കയ്യിൽ ഒരു പക്ഷേ ഇത്രയും വൈകിച്ചതാണോ എന്നറിയില്ല, സമർത്ഥമായിട്ട് കോൺഗ്രസിനെ തന്നെ ഫിനിഷ് ചെയ്യാനുള്ള അജണ്ടയും കിട്ടി. അത് രാഷ്ട്രീയത്തിൽ എപ്പോഴും എന്താന്ന് വെച്ചാൽ ഈ ആനയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെയാണ്, ഈ ഓർത്തിരിക്കും എന്ന് പറയില്ല. ആരെങ്കിലും ഒരു കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ
അത് ആ സമയത്ത് മാത്രമേ എടുക്കേണ്ടതുള്ളൂ. കാരണം കേസുകൾ എപ്പോഴും കയ്യിലുണ്ടാവും, പലരുടെയും കേസൊക്കെ ഉണ്ടാവും. അത് ആ സമയത്ത് എടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ കുട്ടിയോട് സംസാരിക്കാനായിട്ട് ഇപ്പോൾ കുട്ടി സഗാത്തിയാണെന്നൊക്കെ പറഞ്ഞ് പ്രചാരണമൊക്കെ ഉണ്ട്. ഈ കുട്ടി അങ്ങനെയൊന്നും ആണ് എന്ന് എനിക്ക് ധാരണയില്ല. അല്ലാത്ത ചാനലിൽ ഈ കുട്ടി പ്രവർത്തിച്ചിരുന്നു. പ്രേക്ഷകർക്ക് ഉള്ള ധാരണയല്ല ഈ കുട്ടിയെ പറ്റി എനിക്കുള്ളത്. ഈ കുട്ടി അങ്ങനത്തെ ഒരു ചാനലിലല്ല, വേറൊരു ചാനലിലായിരുന്നു. രാമേന്ദ്ര സാറിന്റെ ധാരണ ആയിരിക്കും ശരി, കാരണം അത് കുറെ കൂടി സൂക്ഷ്മമായിട്ട് അറിയുന്ന ആളാണ്. അത്യാവശ്യം ഹിന്ദുത്വമൊക്കെ ഉണ്ടായിരുന്ന ഒരു ചാനലിൽ ജോലി ചെയ്തിരുന്ന ഒരു കുട്ടിയാണ്. പ്രേക്ഷകർ പൊതുവെ ധരിക്കുന്ന കുട്ടിയല്ല എന്നുള്ളതാണ് സംഭവം. അതാണ് ദീപ എന്ന് പറഞ്ഞൊരു വക്കീൽ ഇത് കല്യാണം കഴിച്ചൊരു കുട്ടിയാണെന്നൊക്കെ പറയാനുള്ള സാഹചര്യം വന്നത്. മറ്റേ കുട്ടിയാണെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണത്. അപ്പൊ അങ്ങനത്തെ പശ്ചാത്തലമൊക്കെ. പക്ഷെ കേസ് വന്നു കഴിഞ്ഞാൽ അതൊന്നും വിഷയമല്ല, വിവാഹിതയാണോ എന്നുള്ള വിഷയമൊന്നുമല്ല ഇതിൻ്റെ അകത്ത്. ബലപ്രയോഗവും ഗർഭഛിദ്രവും ഒക്കെ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞതുകൊണ്ട് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്, കോൺഗ്രസിന് ചെയ്യാൻ പറ്റാതെ പോയതും അതിൻ്റെ അകത്ത് ഇപ്പോൾ പരമേശ്വര എന്ന് പറഞ്ഞ ആൾ കർണാടകയിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ആൾ അത് ചോദിക്കുമ്പോൾ പറയുകയാണേ, DK ശിവകുമാർ ഇനി മുഖ്യമന്ത്രിയാവുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാ എനിക്കും മുഖ്യമന്ത്രിയായാൽ കൊള്ളാമെന്നുണ്ട്. ഇതാണ് കേരളത്തിലെ അവസ്ഥ. അധികാരം കിട്ടുമോ എന്നുള്ള കാര്യം കണ്ടറിയണം അടുത്ത കൊല്ലം. പക്ഷെ എല്ലാവർക്കും മുഖ്യമന്ത്രി ആവണം എന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കക്ഷി രാഷ്ട്രീയത്തിൽ ആർക്കൊക്കെ ലാഭം ഉണ്ടാകുന്നു നഷ്ടം ഉണ്ടാകുന്നു എന്നതിലേറെ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ അനിവാര്യമായ ഒരു സ്റ്റെപ്പാണിത്. ഇപ്പൊ കേസെടുത്തു എന്ന് പറയുന്നത്, കുട്ടി പരാതിപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടിടത്തോളം സാറേ രാഷ്ട്രീയ സംസ്കാരത്തിന് മാത്രമല്ല, മനുഷ്യപ്പറ്റ് ലെവലേശമില്ലാത്ത ഒരു ലക്ഷണമൊത്ത, എങ്ങനെയാണ് ഒരു സാമാന്യ ബോധമില്ലാത്ത ഒരു തരത്തിലും ഒരു സൈക്കോപാത്ത് അതാണ്. അങ്ങനെ ഒരാളെ കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല, രാഷ്ട്രീയ സംസ്കാരത്തിന്റെ 7 അയലത്ത് വെച്ച് അടുപ്പിക്കാൻ പാടില്ല. ഇവനെ എങ്ങോട്ട് നാട് കടത്താൻ പറ്റും? ഇപ്പൊ എവിടെയാണെന്ന് അറിഞ്ഞൂടാന്ന് പറഞ്ഞത്, മുങ്ങി നടക്കുക. വിദേശത്തേക്ക് പോയെന്ന് പറയുന്നത്, തമിഴ്നാട്ടിലേക്ക് പോയെന്ന് പറയുന്നത്, എന്തായാലും പാതാളത്തേക്ക് ഇവനെ നാട് കടത്താൻ പറ്റില്ല. പാതാളത്ത് നിന്ന് ഇവൻ മറ്റേ മഹാബലിയെ പുറത്താക്കും. ഇവനെ സൂക്ഷിക്കേണ്ടതാണ്, അത്ര ഭീകരനാണെന്ന് അർത്ഥം. എന്തായാലും ഈ അവന്റെ കാറ്റ് തട്ടാത്ത തരത്തിലേക്ക് കേരള രാഷ്ട്രീയത്തെ സംശുദ്ധമാക്കിയാൽ നല്ലതാണ്. ഏത് പാർട്ടിക്കാർ ചെയ്താലും അതിൽ നമ്മൾ കാണേണ്ട ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നം അതാണ്. അങ്ങനെയാണ് ഈ സമയത്ത് ഇപ്പോൾ ഈ ചർച്ച. ബാക്കി അവൻ എവിടെ മുങ്ങി എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു നമുക്ക് നോക്കാം. ഷേക്സ്പിയർ ഒരു നാടകത്തിൽ പറഞ്ഞിട്ടില്ലേ, അറേബ്യയിൽ മൊത്തമുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നാൽ പോലും ഈ വൃത്തികേട് കഴുകിക്കളയാൻ പറ്റില്ല. അതാണ് കോൺഗ്രസിന്റെ ഇവന്റെ അത് അന്ന് തന്നെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചിരുന്നെങ്കിൽ ഈ പതനത്തിൽ എത്തില്ലായിരുന്നു. കോൺഗ്രസ് കുറെ കൂടി ശക്തിപ്പെടുമായിരുന്നു, അവരുടെ ഇമേജ് കൂടുമായിരുന്നു. അവർ തന്നെ കളഞ്ഞു കുളിച്ചതാണ്. ഇനിയിപ്പോൾ അവരുടെ രാഷ്ട്രീയ ലാഭനഷ്ടങ്ങൾ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു ദീർഘകാലത്തേക്കെങ്കിലും അടുപ്പിക്കാത്തൊരു സാഹചര്യമെങ്കിലും ഉണ്ടായാൽ അത് കേരളത്തിന് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.